പക്ഷേ ഇതിൽ മറ്റ് പേരുകൾ കാണുന്നതൊന്നും താങ്കളുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരും അല്ലേ? അല്ല അല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റായ ആളുകളുടെ പേര് താങ്കളുടെ അഡ്രസ്സിൽ എഴുതി വന്നിരിക്കുകയാണോ? വന്നിരിക്കുകയാണ്. തൃശ്ശൂർ പൂങ്കുന്നത്തിലെ ക്യാപിറ്റൽ വില്ലേജ് എന്ന അപ്പാർട്ട്മെൻറ്റിലെ 4C എന്ന ഫ്ലാറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഫ്ലാറ്റിലെ താമസക്കാരിയായ പ്രസന്ന അവരറിയാതെ അവരുടെ വിലാസത്തിൽ ഏതാണ്ട് 9 വോട്ടർമാരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രജിസ്റ്റർ ചെയ്തത്, വോട്ട് ചെയ്തത്. ഞെട്ടിക്കുന്ന ഈ വിവരമാണ് പുറത്തു വരുന്നത്. നമ്മോടൊപ്പം പ്രസന്ന തന്നെ ഉണ്ട്. താങ്കളുടെ ഈ വിലാസത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാണുന്നത്. താങ്കളുടെ പേര് ഇതിൽ കാണാം, പ്രസന്ന അശോകൻ, 4C എന്നതിലാണ് കാണുന്നത്. പക്ഷേ ഇതിൽ മറ്റ് പേരുകൾ കാണുന്നതൊന്നും താങ്കളുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരും അല്ലേ? അല്ല അല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റായ ആളുകളുടെ പേര് താങ്കളുടെ അഡ്രസ്സിൽ എഴുതി വന്നിരിക്കുകയാണോ? വന്നിരിക്കുകയാണ്. ഇതിൽ പറയുന്ന അജയകുമാർ എസ് അച്ഛൻ്റെ പേര് ശ്രീകുമാരൻ നായർ താങ്കളുടെ ആരുമല്ല? അല്ല. സുധീർ അച്ഛൻ്റെ പേര് അയ്യപ്പൻ ആരുമല്ല? അല്ല. മറ്റ് ലിസ്റ്റിൽ പറയുന്നത് സജിത്ത് ബാബു സുകേഷ് അറിയില്ല. ഹരിദാസനെയും അറിയില്ല. ഈ ലിസ്റ്റിൽ 2-3 പേര് കൂടിയുണ്ട്. ഒരു മനീഷ് MS അച്ഛൻ്റെ പേര് സുരേന്ദ്രൻ അറിയില്ല. മുഖാമി അമ്മ 4C അപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നു. ഒരാൾ കൂടിയുള്ളത് സൽജ, ഇവരെ അറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? താങ്കളുടെ വിലാസത്തിൽ ഇത്രയധികം വോട്ടുകൾ വന്നു. ഇത് കള്ള വോട്ട് ചേർത്തിരിക്കുകയാണോ? എന്താണ്? ആയിരിക്കാം, ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിൽ 4 വർഷമായി താമസിക്കുന്നു. ഈ ഫ്ലാറ്റ് ഉടമയുടെ ബന്ധുക്കളും ആരുമല്ല? ഇല്ല ഇല്ല. ആളുടെ പേര് പ്രിയംവദ എന്നാണ് ഫ്ലാറ്റ് ഉടമയുടെ പേര്. അവരുടെയും ആരുമല്ല. ഞെട്ടലുണ്ടായോ ഇത് അറിഞ്ഞപ്പോൾ? കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പറഞ്ഞു ഈ ഫ്ലാറ്റിൻ്റെ പേരിൽ കുറേ വോട്ടുകൾ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്തോ കംപ്ലൈൻറ്റ് എന്തോ എന്തോ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി നൽകിയിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ഈ കള്ളവോട്ടിൻ്റെ വാർത്തകൾ പറ്റൊക്കെ വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? പറയട്ടെ, എനിക്കറിയില്ല. കുറേ കള്ളവോട്ടുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല ശരിക്കും. പിന്നെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആശിഷ് നമ്മോടൊപ്പം ഉണ്ട്. ഇത് എന്താണ് സംഭവിക്കുന്നത്? താങ്കൾ ഈ വിഷയത്തിൽ പരാതിയൊക്കെ നേരത്തെ നൽകിയിരുന്നതായി അറിഞ്ഞിരുന്നു. ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന കാരണം അത് കുറച്ച് വൈകിപ്പോയത്. 4/4 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയത്. നമുക്ക് ഈ ഇലക്ഷൻ വരുന്നത് 26 ഇലക്ഷൻ വന്നിരുന്നത്. അപ്പോൾ ലിസ്റ്റ് കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് അഡീഷണൽ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ഈ പേരുകൾ അവസാനത്താണ് കയറി വന്നിട്ടുള്ളതെല്ലാം. അപ്പോൾ ആയത് ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാനായിട്ട് ഓരോ വീടുകൾ സമീപിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഉടനെ തന്നെ ഞങ്ങളത് പരാതി കൊടുക്കുകയുണ്ടായി, കളക്ടർക്ക് പരാതി കൊടുക്കുകയുണ്ടായി. ഇലക്ഷൻ്റെ അന്നും കുറേ വിഷയങ്ങളുണ്ടായി, എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വോട്ടർമാരെ. പക്ഷേ അന്നത്തെ കളക്ടർ പറഞ്ഞത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ കൊടുക്കാനുള്ള ഗുരുതരമായ തെറ്റാണ്. ഇങ്ങനെ ഓരോ ഇപ്പം ഇതിൽ മാത്രം എത്ര വോട്ട് ചേർത്തിട്ടുണ്ട്? ഈ വീട്ടിൽ മാത്രം എത്ര വോട്ട് ചേർത്തിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ പൂങ്കുന്നത്ത് ഒട്ടനവധി, ഇപ്പോൾ ഞങ്ങളെ സമീപത്ത് പൂങ്കുന്നത്തുണ്ട്, അയ്യന്തോള് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ഇത് നടത്തുന്നുണ്ട്. ഇതെല്ലാം കാണിച്ച് നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ ഹരിശ്രീ സ്കൂളിലാണ്. ഈ ഒരു ബൂത്തിൽ മാത്രം 45ഓളം ഇത്തരം ഇതുകൾ ഞങ്ങൾ കണ്ടെത്തി. അതിന് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ വോട്ട് പട്ടിക റെഡിയാവാണല്ലോ. ഇതൊക്കെ എങ്ങനെ പരിശോധിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഇനിയിപ്പോൾ ഫൈനൽ വന്നിട്ടുള്ളത് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോൾ വോട്ടർ ലിസ്റ്റ് വന്നിട്ടുള്ളത് തന്നെ വളരെ 18 വയസ്സായുള്ള വോട്ടുകളൊക്കെ വളരെ കുറവാണ് കാണുന്നത്. 22 വയസ്സ് തൊട്ടുള്ള വോട്ടുകളാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ ഈ കരട് വന്നിട്ടുള്ളതിൽ. ഇനിയിപ്പോൾ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും ഏതൊക്കെയാണ് പുതിയ വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഓരോ ഫ്ലാറ്റുകളും കയറി ചെല്ലാനൊക്കെ പരിമിതികളുണ്ട്. പിന്നെ ഇത് കരുതി കൂട്ടി ചെയ്യുമ്പോൾ അവരുടേതായ വേണ്ടപ്പെട്ട ആളുകളുടെ പേരിലേക്കായിരിക്കും വോട്ടുകൾ ചേർന്നിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അന്വേഷിച്ചാൽ പോലും ബന്ധുക്കളാണ്, ഇവിടെ താമസക്കാരാണെന്നൊക്കെ പറയും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും സംസാരിക്കുന്ന തെളിവുകളാണ് മീഡിയ വൺ പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കൃത്രിമം കാട്ടി കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം പലരും നാടുവിട്ടുണ്ടെന്നുമാണ് പല വിവരങ്ങൾ വരുന്നത്. ഈ വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ വീട്ടുടമയ്ക്ക് അറിയുക പോലുമില്ല അവരുടെ പേരിലൊക്കെ തന്നെ വോട്ട് ചെയ്തതായും കാണപ്പെടുന്നു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.